നമസ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് ഭഗവാൻ ഹനുമാന്റെ അത്ഭുതജനനത്തെക്കുറിച്ചുള്ള പലർക്കും അറിയാത്ത ഒരു വിശിഷ്ട കഥയാണ്. ദൈവികത, ഭക്തി, ധൈര്യം ഇവയൊക്കെ നിറഞ്ഞ ഈ കഥ പുരാണങ്ങളുടെ ലോകത്തിലേക്കുള്ള ഒരു അത്ഭുതയാത്രയാണ്. അഞ്ജന ദേവി ഒരിക്കൽ ശാപമേറ്റ ഒരു അപ്സരസായിരുന്നു. ആ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ അവൾ വർഷങ്ങളോളം കനത്ത തപസ് നടത്തി. ആ തപസ്യയുടെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു മാത്രം പ്രാർത്ഥന: എനിക്ക് ഒരു ദിവ്യസന്താനം വേണം. അഞ്ജനയുടെ മനസ്സിലെ ഭക്തിയും വ്രതവും ഭൂമിയെപ്പോലും ശാന്തിയിലാഴ്ത്തി. അതേസമയം അയോധ്യയിൽ രാജാ ദശരഥൻ പുത്രപ്രാപ്തിയാഗം നടത്തുകയായിരുന്നു. യാഗം പൂർത്തിയായപ്പോൾ ലഭിച്ച പവിത്ര പായസം രാജ്ഞിമാർക്കായി കരുതിയിരുന്നു. എന്നാൽ അപ്പോൾ ഒരു ദിവ്യസംഭവം നടന്നു. വായുദേവൻ ആ പവിത്ര പായസത്തിന്റെ ഒരു ഭാഗം കാറ്റിന്റെ രൂപത്തിൽ അഞ്ജനദേവിയിലേക്ക് എത്തിച്ചു. അവളുടെ ഭക്തിക്ക് ലഭിച്ച ദൈവാനുഗ്രഹമായിരുന്നു അത്. അഞ്ജന പായസം കഴിച്ച നിമിഷം ഒരു ദിവ്യപ്രകാശം അവളെ ചുറ്റി. ആ പ്രകാശത്തിനുള്ളിൽ തന്നെ ഒരു ദിവ്യശിശു രൂപം കൊണ്ടു. വായുദേവന്റെ അനുഗ്രഹവും ഭഗവാൻ ശിവന്റെ കൃപയും ചേർന്നാണ് ആ ശിശു ജനിച്ചത്, ഭഗവാൻ ഹനുമാൻ. അദ്ദേഹത്തിന്റെ ജനനം ഒരു സാധാരണ ജനനം അല്ലായിരുന്നു, അത് ഒരു ദൈവിക പ്രതിജ്ഞയുടെ തുടക്കമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഹനുമാൻ ശ്രീരാമന്റെ ആത്മീയ സഹോദരൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം ദശരഥന്റെ യാഗത്തിൽ നിന്നുള്ള ദിവ്യപായസത്തിന്റെ അതേ ദൈവശക്തിയാണ് ഹനുമാനെയും രാമനെയും ബന്ധിപ്പിക്കുന്നത്. ഈ ബന്ധം രക്തബന്ധമല്ല, ദൈവിക ബന്ധമാണ്. ഹനുമാൻ ഒരു സാധാരണ ബാലനായി ജനിച്ചില്ല. ധർമ്മത്തെ രക്ഷിക്കാനും ദൈവത്തോടുള്ള ഭക്തി ലോകത്തിന് കാണിക്കാനും അദ്ദേഹം വന്നതാണ്. ഹനുമാൻ ജനിച്ചത് അമരനാകാനും ലോകത്തിന് പ്രകാശമാകാനുമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ദൈവിക കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.